അവർക്കും നമസ്കാരം. ഇന്ന് കേതുവുമായി ബന്ധപ്പെട്ട ചില ജനറൽ റെമഡീസ് പറയാമെന്ന് വിചാരിക്കുന്നു. കേതുവിനെ കൊണ്ട് നമുക്കറിയാം, കേതുവിനെ കൊണ്ട് നമ്മൾ ഗണപതിയാണ് പറയാറ്. അതുകൊണ്ട് തന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട എല്ലാ വഴിപാടുകളും കേതുവിനുള്ള ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് ഗണപതിയെ വർഷിപ്പ് ചെയ്യുക, അതാണ് ഒരു മാർഗം. രണ്ട്, കേതു റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒരു മോക്ഷത്തെയാണ്, മുക്തിയെയാണ്, നിർവ്വാണത്തെയാണ്, ഡിറ്റാച്ച്മെൻറ്റിനെയാണ്. ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേതു എന്ന് പറഞ്ഞ പ്ലാനറ്റാണ്. വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു പ്ലാനറ്റാണിത്. കേതുവിൻ്റെ ഒരു പരിഹാരമായിട്ട് ഇപ്പം നമുക്ക് സ്മോക്കിംഗ് ശീലമുള്ള ആളുകളാണെങ്കിൽ സ്മോക്കിങ് ഉപേക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേതുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ധൂമാവതീനെ കൊണ്ടാണ് മഹാവിദ്യകളിൽ. അപ്പോൾ സ്മോക്കിംഗ് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഫുഡുകൾ, സ്മോക്കി ഫുഡുകൾ, അത് ഈ ടിക്ക, പനീർ ടിക്ക, ചിക്കൻ ടിക്ക എന്നൊക്കെ പറയില്ലേ, ടിക്ക, അതേപോലെ തന്നെ തന്തൂരി, അതേപോലത്തെയുള്ള സാധനങ്ങൾ, സ്മോക്കി ഫുഡുകൾ ഉപേക്ഷിക്കുക. കേതുവിനെ പരിഹാരമായിട്ട് അത് ഉപേക്ഷിക്കുക. പിന്നെ സാധിക്കുമെങ്കിൽ ഒരു നായയെ നമ്മൾ പെറ്റായിട്ട് വളർത്തുക. നായയെ ഫീഡ് ചെയ്യുന്നത് കേതുവിന് ഒരു പരിഹാരമാണ്. സ്വന്തമായിട്ട് നായ ഇല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്സിനെയെങ്കിലും ഫീഡ് ചെയ്യുന്നത് കേതുവിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ നിർബന്ധമായിട്ടും ശ്രാദ്ധം മുതലായ ചടങ്ങുകൾ, അതായത് പിതൃക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും മുടങ്ങാതെ ചെയ്യുക എന്നുള്ളത് കേതുവുമായി ബന്ധപ്പെട്ട ഒരു റെമഡിയാണ്. കാര്യം കേതു റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ പിതൃക്കളെയും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നത് കേതുവാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേതുവാണ്. അതുകൊണ്ട് പിതൃക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ചെയ്യുക. അതേപോലെ പാലിൽ ഇത്തിരി കുങ്കുമപ്പൂട്ട് കുടിക്കുന്നത്, അത് കേതുവിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ ഇയർ പിയേഴ്സ് ചെയ്യുന്നത്, ചെവി തുളച്ച് പ്രത്യേകിച്ച് സ്വർണ്ണമിടുന്നത് കേതുവിൻ്റെ ഒരു പരിഹാരമാണ്. അപ്പോൾ സ്വർണം ധരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്വർണം ധരിക്കാം, ചെവിയിൽ സ്വർണം ധരിക്കാം. അത് കേതുവിനുള്ള ഒരു പരിഹാരമാണ്. പിന്നെ വേറൊന്ന് ചെയ്യാവുന്നത്, സ്ത്രീകളാണെങ്കിൽ കാലിൻ്റെ പെരുവിരലിൽ ഒന്നെങ്കിൽ ഒരു വൈറ്റ് കളർ ത്രെഡ് ധരിക്കുക, അല്ലെങ്കിൽ സിൽവറിൻ്റെ ഒരു റിങ് കാലിൻ്റെ പെരുവിരലിൽ ധരിക്കുക. അതും കേതുവിനുള്ള ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ കറുത്ത ബ്ലാങ്കറ്റ് ദാനം ചെയ്യുന്നത് കേതുവിനുള്ള ഒരു പരിഹാരമാണ്. വൃദ്ധരായ ആളുകൾക്ക്, സുഖമില്ലാത്ത ആളുകൾക്ക്, രോഗികൾക്കൊക്കെ ദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്ലാങ്കറ്റിൻ്റെ ഒരു പീസ് അധികം ആൾപെരുമാറ്റം ഇല്ലാത്തടത്ത് കുഴിച്ചിടുന്നത് ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ ഒരു പരിഹാരം, ചെറിയൊരു സിൽവർ പോട്ടിൽ ഹണി, അതായത് തേൻ നിറച്ചിട്ട് അത് എവിടെയെങ്കിലും ആൾപെരുമാറ്റം ഇല്ലാത്തടത്ത് കുഴിച്ചിടുന്നതും കേതുവിന് ഒരു പരിഹാരമായിട്ട് പറയുന്നത്. 48 വയസ്സിന് മുമ്പ് ചെയ്യണം എന്നാണ് പറയാറ്. അത് കേതുവിൻ്റെ ഒരു പരിഹാരമാണ്. പിന്നെ ചെയ്യാവുന്നത് കേതുവിൻ്റെ ഗായത്രി, അതായത് ഓം പത്മപുത്രായ വിദ്മഹേ എന്നുള്ള ഗായത്രി, അത് ജപിക്കുന്നത് കേതുവിൻ്റെ ഒരു പരിഹാരമാണ്. പിന്നെ കേതുവുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരങ്ങൾക്ക് ജൂപ്പിറ്ററിന് വരുന്ന, അതായത് വ്യാഴത്തിന് വരുന്ന എല്ലാ പരിഹാരങ്ങളും കേതുവിനും ചെയ്യാമെന്ന് പറയുന്നു. കാര്യം ഒരു ജാതകത്തിൽ മോക്ഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് പ്ലാനറ്റുകളാണ് വ്യാഴവും കേതുവും. ഒന്ന് നോളജും മറ്റേത് വിസ്ഡവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിന് വരുന്ന പരിഹാരങ്ങളൊക്കെ കേതുവിനും അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയാറുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചെയ്യാം. ഇത്രയുമാണ് കേതുവുമായി ബന്ധപ്പെട്ട ജനറൽ റെമഡീസ്.